നമ്പർ ഇതിനകത്ത് വാട്സപ്പിൽ നമ്പർ ഇതിനകത്ത് ഇടട്ടെ? ഇതിലിട്ടാ മതി. അഡ്മിൻ ആഡാക്കിക്കോളൂ. അല്ല, ഈ ചാറ്റിനകത്ത് ഇടട്ടെ നമ്പർ? ഈ ചാറ്റിലിട്ടാ മതി. ഓക്കെ ഓക്കെ. എനിക്ക് കേറാൻ പറ്റുന്നില്ല അങ്ങനെ നോക്കിയിട്ട്. ഹലോ, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞില്ലല്ലേ? ഇനി ലെഫ്റ്റ് ആയിക്കൂടെ? അടുത്ത ക്ലാസ് ഉണ്ട്. അടുത്ത ക്ലാസ് ഉണ്ട്. അതെയാ? 3 മണി വരെ ക്ലാസ്? 3:30 വരെ. ഐശ്വര്യ ചേച്ചി എന്തുവാ നമ്മുടെ ചാറ്റിൽ കിടപ്പുണ്ട് ലിങ്ക്. ഗ്രൂപ്പിൽ കേറാത്തവർ എല്ലാവരും ചാറ്റിലിട്ടാ മതി. ഓൾറെഡി അവർ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്തതല്ലേ? പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Okay, good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ? ആരും മ്യൂട്ട് ചെയ്യാത്ത? ഷാരി, രതീഷ് മ്യൂട്ട് ചെയ്തേ. നിങ്ങളെല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചാലാണ് നമുക്ക് ക്ലാസ് സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. ആർക്കെങ്കിലും ഇതെന്താ ഒന്നും കാണാത്തെ? എനിക്കിപ്പോ ഒന്നും കാണുന്നില്ല. കാണുന്നില്ല, കേൾക്കുന്നില്ല. മാമിന് എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലം ഉണ്ടാവും. വരും ടൈമുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ.
ഇവിടെ Good afternoon. Good afternoon, ma'am. കേട്ടോ, അതാണ് ക്ലാസ് ഒന്ന് ബ്രേക്ക് ആയത്. സോറി, നെറ്റിന്റെ ഒരു പ്രശ്നം, നെറ്റ് കട്ടായില്ല. ഓക്കെ, അപ്പൊ എന്റെ പേര് രമ്യ. ഇപ്പൊ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ, നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളില് 35 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ ചാപ്റ്റേഴ്സ് ഓരോ ടീച്ചേഴ്സും കുറച്ച് ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. കാരണം അത് ഒരു കുറച്ച് ചാപ്റ്റേഴ്സ് ഞാനായിരിക്കും എടുക്കുന്നത്. എന്റെ പേര് രമ്യ. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ വെനസ്ഡേ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടായിരുന്നോ? അതിപ്പോ ജോയിൻ ചെയ്തവരൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികളാണോ? അതെ അല്ലെ? ഓക്കെ. അപ്പൊ നമ്മള് മിസ് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്. അപ്പൊ നെക്സ്റ്റ് നമ്മള് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ വരുന്നത്. അതിനകത്ത് വേറെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരുപാട് ഇതൊന്നുമില്ല. നമ്മള് എന്താണ് ഹോസ്പിറ്റല്, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് നൽകിയിട്ടുള്ള ഡെഫിനേഷൻ, ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം, ഒന്നുകൂടി നമുക്കൊന്ന് ക്ലിയർ ആക്കാം, എന്നിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ നിഷ് ടീച്ചർ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോ നമ്മൾക്ക് മൊത്തം ചാപ്റ്റർ 35 ചാപ്റ്റേഴ്സ് ആണ്. മൊത്തം 35 ആണ് ഈ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ. ഓക്കെ, 35 ചാപ്റ്റേഴ്സ്. ഓരോ ടീച്ചേഴ്സും കുറച്ച് ചാപ്റ്റർ വീതം ഡിവൈഡ് ചെയ്ത് എടുത്തേക്കാണ്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞപ്പോഴായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. നെക്സ്റ്റ് തേർഡ് ഫോർത്ത് മൊഡ്യൂളും അതിനുശേഷം അതിന്റെ എക്സാമും മോഡൽ എക്സാമും ഫൈനൽ എക്സാമും അങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? നിങ്ങൾ എന്താ മനസ്സിലാക്കി വെച്ചേക്കുന്നത്? എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് പല ഡിപ്പാർട്ട്മെന്റ് ആക്കിയിട്ട് അത് അങ്ങനെയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് സ്കിൽഡ് മെൻ ഓർ വിമൻ ഹെൽപ്പ് ഓർഗനൈസ് ആൻഡ് ഓവർസീസ് the daily activities of a health care facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ദൈനംദിന ഡേ ടു ഡേ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനും അതിന് ഒരു ഓവർസീസ് മേൽനോട്ടം വഹിക്കാനും. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താ? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡെയിലി ആക്ടിവിറ്റീസ് അത് ഓർഗനൈസ് ചെയ്യാനും അതിനെ ഓവർസീസ് മേൽനോട്ടം വഹിക്കാനും സ്കിൽഡ് ആയിട്ടുള്ള മെന്നിനെയും വിമനെയൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഓവറോൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിലാണ് വരുന്നത്. ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾക്കറിയാം ഈ ഒരു കോഴ്സിലൂടെ നമുക്കറിയാം ഹോസ്പിറ്റലിലെ എല്ലാ വിധം നമ്മളിപ്പോ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന എപ്പോഴാണ് എന്തെങ്കിലും നമുക്കൊരു ഇല്ലൊക്കെ ആയിരുന്നു കേസിലാണ്, ഒരു ഇല്ല ഓർ ഇഞ്ചുറി അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഫസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എവിടെയാ കോണ്ടാക്ട് ചെയ്യുന്നത്? റിസപ്ഷൻ അല്ലെ? റിസപ്ഷനിൽ കോണ്ടാക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഡോക്ടറിനെ നമ്മൾ OP-യിലാണെങ്കിൽ അങ്ങനെ ഡോക്ടറിനെ ചെയ്ത് കാണുന്നു, അങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ഡോക്ടറാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെ? നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ചുള്ള എന്താ ട്രീറ്റ്മെന്റ് ഒക്കെ തരുന്ന ഒരു ഹോസ്പിറ്റല്. അപ്പൊ അതിന്റെ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നതിന് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവർക്കുടെ റോളാണ്. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ബെറ്റർ ഗ്രോത്തിന് ഏറ്റവും അഡ്മിനിസ്ട്രേറ്റർ. നിങ്ങൾ ചാപ്റ്ററിന്റെ പേരൊന്നും
ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ എന്ന് കൊടുക്കാം. ഓരോ ടീച്ചേഴ്സിനും മാം ഒന്ന് മോട്ട് ചെയ്യാൻ പറ മാം. മുബി ഒന്നും കേൾക്കണില്ലല്ലോ. എന്താണ്? ഒന്നും മനസ്സിലാവണ ഒന്നും എടുക്കണില്ല. സ്ക്രീനിന്റെ ക്യാമറ ഇതൊന്നും അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ വരും വെള്ളം കുടിച്ചാൽ മിക്ക. അല്ല, ക്യാമറ അങ്ങനെ പോലെ ഒന്നും കാണാത്ത എന്താ? ചുമ്മാ കൈ ഓഡിയോ മ്യൂട്ട് മാത്രം കാണുന്ന എന്താ? കോളിങ്ങിന്റെ മൈക്ക് മ്യൂട്ട് ചെയ്ത് കുറച്ച് നോക്കുക. അപ്പൊ മൈക്ക് മ്യൂട്ട്. ഹലോ, എക്സ്ക്യൂസ് മീ, ഞാനൊരു ഡൗട്ട് ചോദിക്കാനാണ് അതിന് വേണ്ടിയിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ടുള്ളത്. നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ 4 ടീച്ചേഴ്സ് നമ്മൾ ക്ലാസ് എടുക്കാനായിട്ടും 5ാമത്തെ ടീച്ചർ സ്പോക്കൺ ഇംഗ്ലീഷിനും അങ്ങനെ 5 നോട്ടല്ലേ പറഞ്ഞിരുന്നേ. ഓൾറെഡി 5 ടീച്ചേഴ്സ് നമുക്ക് വന്നു. ഇതിപ്പോ 6ാമത്തെ ടീച്ചറാണല്ലോ. ടെക്നിക്കലിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നെറ്റിന്റെ ഇവിടെ ഒരു ഇച്ചിരി പണി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കുള്ള നെറ്റ് പോയത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓരോ ടീച്ചേഴ്സ് വരുമ്പോ അത് നിങ്ങൾ ക്ലിയർ അല്ലേ? ഒരു നോട്ട്ബുക്ക് നിങ്ങൾ എന്തായാലും ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കരുതണം. ഓരോ ടീച്ചേഴ്സിന് സെപ്പറേറ്റ് നോട്ട്ബുക്ക് വേണം. നമുക്കിവിടെ എക്സ്ക്യൂസ് മീ ഒന്ന് ചോദിക്കട്ടെ, ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടോട്ടലി 4 ടീച്ചേഴ്സും പ്ലസ് സ്പോക്കൺ ഇംഗ്ലീഷിന് ഒരു ടീച്ചറും അങ്ങനെ 5 നോട്ട് കരുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ടോട്ടൽ 5 ടീച്ചേഴ്സിന്റെ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ മാമിനെ കൂട്ടിയിട്ട് ഇതിപ്പോ ഇന്ന് 6ാമത്തെ മിസ്സാണ്. അപ്പൊ ആകെ കൺഫ്യൂഷൻ ആയി. എത്ര നോട്ടാ വെക്കണ്ടേ, ഏതൊക്കെ സബ്ജക്ട് ഒന്നും മനസ്സിലാവുന്നില്ല, ആകെ കൺഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക് ഇപ്പോ ഓൾറെഡി ഇനിയിപ്പോ ഞാൻ 5 ടീച്ചേഴ്സ് എന്നല്ലേ പറഞ്ഞത്? ഇഷ് ടീച്ചർ അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ, 5 പേര്. ഇതിപ്പോ മാമിനെ കൂട്ടിയിട്ട് ഇപ്പൊ 6ാമത്തെ അല്ലേ? എന്തായാലും നിങ്ങൾ ഓരോ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് ഇതിപ്പോ നമ്മള് സ്റ്റാർട്ടിങ്ങിന്റെ ഒരു ഇതാണ്. നമുക്ക് ഓർഡർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിഷ് ടീച്ചറിന് ഒരു നോട്ട്ബുക്ക് വേണം, അശ്വതി ടീച്ചറിന് വേണം, പിന്നെ ട്രീസ ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതല്ലേ? ഇംഗ്ലീഷിന് വേണ്ടി വേറെ നോട്ട്ബുക്ക് വേണ്ടല്ലോ. നോട്ട് വേണം. ശരണ്യ മാം ഉണ്ടായിരുന്നു. മാം നിർമ്മല മാഡത്തിന് വേറൊരു നോട്ട്ബുക്ക് നമ്മൾ കരുതിയാ പോരെ? 5 നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ +1 ഇംഗ്ലീഷിന്റെ ഒരു നോട്ട്ബുക്കും കരുതിയിരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ നോട്ട്ബുക്ക് എടുക്കാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനും നമ്മൾ ഓരോരുത്തരും മൊത്തം 35-ന് ഓരോ കുറച്ച് ചാപ്റ്റേഴ്സ് ഓരോ ടീച്ചേഴ്സ് ഡിവൈഡ് ചെയ്ത് എടുത്തേക്കാണ്. നമുക്ക് വേറെ ബാച്ചുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഇങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോട്ട് എഴുതാനും നമുക്ക് ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനും എക്സാമിന് പഠിക്കാനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നോട്ട് ചെയ്യാനൊക്കെ എന്തായാലും ഓരോ ടീച്ചേഴ്സിന് നോട്ട്ബുക്ക് മസ്റ്റ് ആണ്. നമ്മളിനി മാറ്റി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് ഒരു നോട്ട്ബുക്ക് എന്തായാലും നമ്മൾ ഓരോ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് എടുത്തു വെക്കാം. എക്സ്ട്രാ ടേംസുകൾ നോട്ട്സ് പിന്നെ നിങ്ങൾക്ക് ഇത് സെൻഡ് ചെയ്ത് തരില്ല. നമ്മൾ ലെക്ചർ നോട്ട് പോലെ ക്ലാസ്സിന് നിങ്ങൾ എഴുതിയെടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീട് നിങ്ങൾക്ക് ഇത് നോട്ടായിട്ട് തരില്ല. അപ്പൊ അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ഒരു നോട്ട്ബുക്ക് കരുതി വെക്കാം. നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ അതിന്റെ ഓവർസീസ് മേൽനോട്ടം വഹിക്കാനും സ്കിൽഡ് ആയിട്ടുള്ള മെന്നിനെ വിമനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്.
ഇതിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ദ വേരിയസ് ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും അതിനെ ഹാൻഡിൽ ചെയ്യുന്ന, അതിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉള്ളത്. ഇത് ഞാനിപ്പോ ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ ഇവിടെ പ്രസന്റ് ചെയ്തേക്കുന്ന നോട്ടില് ഈ പറയുന്ന കാര്യങ്ങളില്ല. ജനറൽ ആയിട്ട് നമ്മൾ ഈ കോഴ്സ് ഇത്രയും 6 മാസം ഈ കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്, അവരുടെ റോൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, എങ്കിലും ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ആർക്കും കാണാൻ പറ്റുന്നില്ല? ഷെയർ ചെയ്താലേ. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ വേറെ ടീച്ചർ എടുത്തതല്ലേ നമുക്ക്? റംലത്ത, അത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? കാണുന്നില്ലേ സ്ക്രീൻ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ദ വേരിയസ് ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഷെയർ ചെയ്തേക്കുന്ന നിങ്ങളുടെ ചാപ്റ്ററിലേക്ക് കടന്നിട്ടില്ല. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒന്ന് എഴുതി വെക്കുക. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ഹെഡിങ് കൊടുക്കുക. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് താഴെ എഴുതാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. Hospital administration is a process by which Shahul Hamid VP Shahul Hamid mute ചെയ്ത് വെക്കട്ടോ. നോട്ട് ഡിറ്റക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ അതൊന്ന് നിങ്ങൾ ഒന്നോട് ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാം +2 മുതലാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആണ്. അത് മുതൽ ഹയർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വരെയും നമ്മുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊരു മടി വിചാരിക്കേണ്ട. ഏതെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ക്ലാസ്സിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ഓക്കെ, പറയാവോ? ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് സ്കിൽഡ് മെൻ ഓർ വിമൻ, WOMEN, skilled men or women help, HELP, help organize, ORGANIZE, organize and oversee. സ്കിൽഡ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പറയാം മിസ്സേ. Yes, EE, oversee. Oversee എന്ന് വെച്ചാൽ മേൽനോട്ട് മാറ്റിക്കുക. Oversee, OVER, oversee. Organize and oversee the daily activities of മിസ്സേ സ്കിൽഡ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പറയോ? ഷാഹുൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഞാൻ വളരെ സ്ലോവിലാ പറയുന്നത്, അപ്പൊ നിങ്ങളത് നോട്ട് ചെയ്യുക.
മ്യൂട്ട് മാറ്റിയിട്ട് നിങ്ങൾ ചോദിക്കാം. ഞാൻ ഒന്നുകൂടി പറയും, സ്പെല്ലിങ്ങും പറയുന്നത് സ്പെല്ലിങ് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തോന്നുന്നത്, നിങ്ങൾ എല്ലാവരും മ്യൂട്ട് മാറ്റി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും, നിങ്ങൾക്ക് അത് പാകത്തിന് എഴുതാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടി ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ is a process by which skilled men or women, WOMEN, help, help organize, organize and oversee, oversee the daily activities of a healthcare facility. Daily activities of a healthcare facility. Hospital administration is a process by which skilled men or women help organize and oversees the daily activities of a healthcare facility. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഓർഗനൈസ് ചെയ്യാനും സംഘടിപ്പിക്കാനും അതുപോലെ ഓവർസീസ് മേൽനോട്ടം വഹിക്കാനും സ്കിൽഡ് ആയിട്ടുള്ള മെന്നിനെയും വിമനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് ഫുൾ സ്റ്റോപ്പ് ഇടുക. നെക്സ്റ്റ് സെന്റൻസ് എഴുതുക. Hospital administration is responsible, 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 ഉത്തരവാദിത്തം, responsible for, responsible for managing, managing the various operations of a hospital. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ വിവിധ പ്രവർത്തനങ്ങൾ കൈകാര്യം ഹാൻഡിൽ ചെയ്യാൻ അതിന് മാനേജ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഉള്ളത്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് the various operation of a hospital. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഒരു ഹോസ്പിറ്റല് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതിനും അതിന്റെ ഒരു ബെറ്റർ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ പിന്നിൽ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഹോസ്പിറ്റല് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നതിന് വേണ്ടി അതുപോലെ തന്നെ റൺ ചെയ്യുന്നതിനും അതിന്റെ ഒരു നല്ലൊരു ഗ്രോത്ത്, ഒരു ഹോസ്പിറ്റലിന്റെ ഒരു നല്ലൊരു ഗ്രോത്ത്, ബെറ്റർ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നതിന് പിന്നിൽ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ബേസിക്കലി ഒരു ഹോസ്പിറ്റലിന്റെ ബെറ്റർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഡോക്ടറാ, നമ്മൾ റിസപ്ഷൻ കണ്ടു, ഡോക്ടറിനെയാണ് ചെന്ന് കണ്ട് ട്രീറ്റ്മെന്റ് ഡയഗ്നോസ് ചെയ്യുന്നു, ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് നടന്നു. നമ്മൾ അതാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ പിന്നില് ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്നതിനും എല്ലാം അതിന് മാനേജ് ചെയ്യുന്നതിന് പിന്നില് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി ഒരു ഹോസ്പിറ്റലിന്റെ ബെറ്റർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ബിക്കോസ് എന്തുകൊണ്ടാ, അവരാണ് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഈസ് എ പ്രൊഫഷണൽ who oversees the daily operation of a hospital. ഹോസ്പിറ്റലിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും മേൽനോട്ടം വഹിക്കാൻ കഴിവുള്ള ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അതെങ്ങനെയാ? ബൈ പ്ലാനിങ്, എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യും, ആസൂത്രണം ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, ഡയറക്ഷൻ കൊടുക്കുന്നു, ആൻഡ് കോർഡിനേറ്റിംഗ്, എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു.
or coordinating health services. Okay. The hospital administrator എന്ന് പറഞ്ഞ ആരാണ്? Is a professional who oversees the daily operations of a hospital by planning, directing, coordinating health services. ഇതിനെയുള്ള എല്ലാത്തിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാത്തിനെ ഓവർസീസ് ചെയ്യുന്ന ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ അവർക്കുടെ റോൾ എന്താ? അവരെന്താ ചെയ്യുന്നത്? Is responsible for organizing and overseeing the health service and the daily activities of the hospital. അത് തന്നെയാണ് അവരുടെ റോൾ. എന്താ? ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെ മേൽനോട്ടം വഹിക്കുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റെസ്പോൺസിബിലിറ്റി. പിന്നെ പറയുന്നത് മാനേജ് ദ സ്റ്റാഫ്. ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അറിയാം കുറെ സ്റ്റാഫുകളുണ്ട്, പല ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. സ്റ്റാർട്ട് ചെയ്തില്ലേ നിഷ് ടീച്ചർ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ അല്ലേ? അതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും നമുക്ക് ചാപ്റ്റർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അപ്പൊ ഈ സ്റ്റാഫുകളെയൊക്കെ മാനേജ് ചെയ്യുക, ബഡ്ജറ്റുകള്, ഭാരത ചിലവ് കണക്കുകള്, ബഡ്ജറ്റ്, പിന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടീസ്. അതിന് പുറമെ രോഗികളുടെ പേഷ്യന്റ് കെയറും കൂടി ശ്രദ്ധിക്കണം. അതിന്റെ ഈ ഡ്യൂട്ടികൾക്കൊപ്പം തന്നെ അത് അവർക്ക് പേഷ്യന്റ് കെയർ, പേഷ്യന്റിന്റെ രോഗി പരിചരണം ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇത്രയും ഇതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്ന് പറയുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്തേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ADMINISTRATOR, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. Okay, hospital administrator is a professional, PROFESSIONAL, professional. Hospital administrator is a professional, PROFESSIONAL, professional who oversees, OVERSEES, overseas, oversees the daily activities, daily operations of a hospital. Oversees the daily operations of a hospital by planning, PLANNING, by planning, directing, 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 and coordinating, COORDINATING, coordinating health services, SERVICES, health services. Hospital administrator is a professional who oversees the daily operations of a hospital by planning, directing, and coordinating health services. ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. ഹോസ്പിറ്റലിലെ എല്ലാ ഡെയിലി ഓപ്പറേഷൻ, എല്ലാ പ്രവർത്തനങ്ങളെയൊക്കെ മേൽനോട്ട് വഹിക്കാൻ കഴിയുന്ന ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഫാത്തിമ ഒന്ന് റീഡ് ചെയ്തേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഫാത്തിമ. ഫാത്തിമ ഒന്ന് റീഡ് ചെയ്യുമ്പോ നിങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ആക്കട്ടോ. മനീഷ ചന്ദ്രൻ ഒന്ന് റീഡ് ചെയ്യാമോ? നമ്മളിപ്പോ എഴുതിയതൊന്ന് എല്ലാവർക്കും ഒന്നുകൂടെ ക്ലിയർ ആക്കാം. Hospital administration is a professional who oversees the daily operation of. Manisha, hospital administrator. Administrator ആരാന്നാ നമ്മൾ എഴുതിയത് കേട്ടോ. Hospital administrator is a professional who oversees the daily operations of hospital by planning, directing, coordinating, and health services.
Directing and coordinating health services. Okay. Services. Clear ആയല്ലോ? എല്ലാവർക്കും കിട്ടിയില്ലേ? Hospital administrator is a professional who oversees the daily operation of a hospital by planning, directing and coordinating health services. Okay. ഇനി നമ്മുടെ റോൾ എന്താണ്? നെക്സ്റ്റ് താഴെ എഴുതിക്കോ. റോൾ ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. റോൾ ROLE. എന്താണ് നമ്മുടെ റോള്? മ്യൂട്ട് ചെയ്ത് വെച്ചേ. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കട്ടോ. മ്യൂട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. നോട്ട്സ് ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാലോ ആർക്കിടേക്കാണ് മ്യൂട്ട് മാറിക്കിടക്കുന്നത് എന്നുള്ളത്. മ്യൂട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് റോൾ ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. റോൾ ROLE. Role of the role ROLE. Role of the hospital administrator. Hospital administratorന്റെ റോൾ എന്താണ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എഴുതാം. ഇത് തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് are responsible for organizing organizing and overseeing overseeing the health services and daily activities of a hospital. Hospital administrators are responsible for organizing and overseeing the health services and daily activities of a hospital. So first role is responsible for organizing and overseeing. Organizing, overseeing, the health services and daily activities of a hospital. Hospital daily activities second responsibility number 2 manage staff. സ്റ്റാഫുകളൊക്കെ മാനേജ് ചെയ്യുക. മാനേജ് MANAGE. manage staff and budget BUDGETS. budgets. Manage staff and budgets, communicate COMMUNITE. Communicate between departments. Communicate between departments and ensure ensure adequate adequate patient care amongst amongst other duties. Manage staff and communicate between departments and
ensure adequate patient care amongst other duties. ഇപ്പൊ സ്റ്റാഫുകൾ മാനേജ് ചെയ്യുക, ബഡ്ജറ്റ് മാനേജ് ചെയ്യുക, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഈ ഡ്യൂട്ടീസിന്റെ ഒക്കെ പുറമെ പേഷ്യന്റ് കെയർ, രോഗി പരിചരണം എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം, നേരത്തെ ഹോസ്പിറ്റൽസിലെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ടായിരുന്നില്ല. പണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ഈ +2 ഇപ്പൊ ക്വാളിഫിക്കേഷൻ +2 ആണെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരെയൊക്കെ ഹോസ്പിറ്റലിൽ ഇന്ന പോസ്റ്റിലേക്ക് അവര് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് അവരവിടെ ട്രെയിനിങ് കൊടുക്കും. ആ കുട്ടികൾക്ക് 3 മാസമൊക്കെ ട്രെയിനിങ് കൊടുത്തതിന് ശേഷമാണ് ആ ഒരു ജോബിലേക്ക് അവരെ കേപ്പബിൾ ആക്കുന്നത്. അവര് ട്രെയിനിങ് കൊടുക്കും. അപ്പൊ എന്താ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നഷ്ടമാണ്. ആ 3 മാസം അവർക്ക് ട്രെയിനിങ് കൊടുത്ത ആ സമയം പോക്കും, സാലറി കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിന് അത്രയും സമയം സ്പെൻഡ് ചെയ്യാനില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കോഴ്സ്, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. ഇത് ഈ ഒരു ഫീൽഡ് തന്നെ ഉണ്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് ഹോസ്പിറ്റലിൽ വളരെ വലിയ തരത്തിലുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുള്ളത്. അപ്പൊ ഈ ഒരു ജോബിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഈ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു ജോബിലേക്ക് പ്രവേശിക്കാം. 2023 ഹെൽത്ത് സ്കീം അനുസരിച്ചിട്ട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ കോഴ്സ് കഴിഞ്ഞ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഹോസ്പിറ്റൽസിൽ പ്രിഫറൻസ് ഉണ്ട്. അവർക്ക് ജോബിൽ ചെല്ലുമ്പോൾ പ്രിഫറൻസ് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റൽസിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടാണെങ്കിലും ജനറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് നമുക്ക് കയറാം. ഇപ്പോ അതാ പറഞ്ഞത് 2023 ഹെൽത്ത് സ്കീം അനുസരിച്ചിട്ട് തന്നെ ഈ ഒരു കോഴ്സ് കഴിഞ്ഞവർക്ക് നമുക്ക് പ്രിഫറൻസ് ഉണ്ട്, അവർക്കൊരു മുൻഗണന ഉണ്ടെന്നാ പറയുന്നത്. ഈ ഒരു കോഴ്സ്, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് provide the students with the sufficient knowledge and skills to carry out the administrative operation of clinical and supportive services. അപ്പൊ ഈ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷൻസിൽ ക്ലിനിക്കൽ പരമായിട്ടുള്ളതും സപ്പോർട്ട് സർവീസുകൾ, ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് സപ്പോർട്ട് സർവീസുകളെ കുറിച്ചുള്ള ഒരു നോളജ്, സഫീഷ്യന്റ് നോളജ് അവർക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കുക ചെയ്യുന്നത്. Candidate involved in overall coordination of the activities of the hospital. ഈ കാൻഡിഡേറ്റ്സിന് ഹോസ്പിറ്റലിലെല്ലാം ഓവറോൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഓരോരുത്തരുടെ റോള്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസാണ്. അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റ്. അതുവരെ നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. റിസപ്ഷനിസ്റ്റ് അവരുടെ റോൾ എന്താണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവർ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഈച്ച് ആൻഡ് എവരി ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഒരു കോഴ്സ് കഴിയുമ്പോഴേ നമുക്ക് ഹോസ്പിറ്റലിലുള്ള മൊത്തത്തിലുള്ള ഒരു ഓവറോൾ കോർഡിനേഷൻ ഓഫ് എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഇനി നമുക്ക് എവിടെയായി ജോബ് ഇത് വരുന്നത്? അത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് സ്മൂത്ത് ആക്കുന്ന ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലാകാം, അല്ലെങ്കിൽ റവന്യൂ സൈക്കിൾ മാനേജ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലാകാം, ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിലാവാം, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലാവാം, HR ഡിപ്പാർട്ട്മെന്റിലാവാം, ഫ്രണ്ട് ഓഫീസിലാവാം, പബ്ലിക് റിലേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് മേഖലയിലാണ് നമുക്കിവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് മനസ്സിലായി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്ന് പറഞ്ഞു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണെന്ന് നമ്മൾ 2 പോയിന്റ് എഴുതി. ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് കയറാം, അപ്പൊ ഒരു ജോബ് ഇതായിട്ട് പറയുന്നത്. ഇത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇത്രയും നമുക്ക് എങ്ങനെയാണ് ഒരുപാട് ഫീൽഡിലേക്ക് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഇനിയിപ്പോ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിനകത്ത് എന്താണ് ഹോസ്പിറ്റല്, WHO ഹോസ്പിറ്റലിന് കൊടുത്ത ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കാം. ഞാൻ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അതിന്റെ പ്രിന്റഡ് നോട്ട് എടുത്തിട്ടുള്ളവർ അത് നോക്കുക, അല്ലെങ്കിൽ ഈ സ്ക്രീൻ ഷെയർ ചെയ്തേക്കണം, നോക്കിയാലും മതി. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ദ ഇംഗ്ലീഷ് വേർഡ് ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽ, hotel and hospice are all, according to etymology, related to the Latin noun hospice. ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഹോസ്പിറ്റൽ അറിയാലോ, ഹോസ്റ്റൽ അറിയില്ലേ,
ആൻഡ് ഹോട്ടൽ. ഹോട്ടലിൽ പോരൊന്നും ആരും ഉണ്ടാവില്ല. ഹോട്ടലൊക്കെ ഈ വേർഡ്സ് ഫെമിലിയർ അല്ലേ? ഇത് പരിചയമുള്ള വേർഡ്സ് അല്ലേ ഇതൊക്കെ? ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ ആൻഡ് ഹോട്ടൽ, ഹോസ്പീസ്. നാലാമത്തെ പറഞ്ഞു നോക്കിയേ. നാലാമത്തെ വേർഡ് നോക്കിയേ, ഹോസ്പീസ്. ഹോസ്പീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹോസ്പീസ് സെന്റേഴ്സ്, ഹോസ്പീസ് സെന്റേഴ്സ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹോസ്പീസ് സെന്റേഴ്സ്. ഹോസ്പീസ് എന്ന് പറയുന്നത് നമ്മളെ ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ അവിടെ എന്റർടൈൻമെന്റും പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഒത്തിരി രോഗങ്ങളൊക്കെ വന്ന് നമുക്ക് ചികിത്സിക്കാച്ചാലും രോഗമൊന്നും ഭേദമാക്കൂല എന്നുള്ളവർക്ക് എന്താ പറയാ, പിന്നെ അവർക്ക് മെഡിസിൻ അല്ല നമുക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള കാലം അവർക്ക് മാക്സിമം അവരെ എൻജോയ് ചെയ്യിക്കുക, അവരെ മാക്സിമം സന്തോഷിപ്പിക്കുക എന്നുള്ള ആ ഒരു അങ്ങനത്തെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സെന്റേഴ്സ്, ഹോം ആണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. എ ഹോം പ്രൊവൈഡിങ് കെയർ ഫോർ ദ സിക്ക് ഓർ ടെർമിനലി ഇൽ. ഇല്ലായിട്ടുള്ളവർക്ക് സിക്ക് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ട്രീറ്റ്മെന്റ് പ്ലസ് എന്റർടൈൻമെന്റ് അതാണ് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഹോമാണ് ഹോസ്പിസ് എന്ന് പറയുന്നത്. ഈ വേർഡ്സുകൾ, ഈ 4 വേർഡ്സും അക്കോർഡിംഗ് ടു എറ്റിമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ്, സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ഓഫ് വേർഡ്സ് അതാണ് എറ്റിമോളജി. ഭാഷാശാസ്ത്രപരമായിട്ട് റിലേറ്റഡ് ടു ദ ലാറ്റിൻ നോൺ ഹോസ്പസ്. ഈ വേർഡ്സുകൾ എല്ലാം ഭാഷാശാസ്ത്രപരമായിട്ട് ലാറ്റിൻ നോൺ ഹോസ്പസ് എന്ന വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ ഹോസ്പസ് എന്ന് പറയുന്ന ഏത് വേർഡാ? ഹോസ്പസ് എന്ന് പറയുന്ന ഏതാ? ലാറ്റിൻ വേർഡാണ്. ലാറ്റിൻ നോൺ ഹോസ്പസ്. ഓക്കെ, ലാറ്റിൻ നോൺ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഈ വേർഡ്സ് എല്ലാരും. ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ ആൻഡ് ഹോസ്പിസ് ആർ ഓൾ അക്കോർഡിംഗ് ടു എറ്റിമോളജി റിലേറ്റഡ് ടു ദ ലാറ്റിൻ നോൺ ഹോസ്പസ്. ഓക്കെ, ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ നോണിൽ നിന്ന് റിലേറ്റ് ചെയ്താണ്, ഡിറൈവ് ചെയ്തേക്കുന്നതാണ് ഈ വേർഡ്സുകളെല്ലാം. ഹോസ്പിറ്റല്, ഹോസ്റ്റല്, ഹോട്ടല്, ഹോസ്പിസ് എന്ന പേരുടെയൊക്കെ ആർ ഓൾ അക്കോർഡിംഗ് ടു എറ്റിമോളജി. ഭാഷാശാസ്ത്രപരമായിട്ട് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചത് ലാറ്റിൻ നൗൺ ആയ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. ഓക്കെ, ഇനി നോക്കിയേ, എ വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ് എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഇനി ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? എ വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ് എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഗസ്റ്റ് എന്നോ വിസിറ്റർ എന്നോ ഓപ്പോസിറ്റ് ആയ വേർഡ് അതാണ് അതിന്റെ മീനിങ്. ഗസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താ? വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഗസ്റ്റ്? GUEST, അതിഥി. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? എനിബഡി? ഹോസ്റ്റ്, HOST. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് വേർഡായ ഹോസ്റ്റ് എന്നുള്ള വേർഡ് അതാണ് ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഇംഗ്ലീഷിനാകുമ്പോൾ ഒരു വേർഡിന് ഒരുപാട് മീനിങ് വരുന്നുണ്ട്. ഇവിടെ ഹോസ്പസ് എന്ന് പറഞ്ഞ നൗണിലാണെങ്കിൽ, നൗൺ ഫോം ആയിട്ടാണ് ഹോസ്പസ് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ അവിടെ അതിന്റെ മീനിങ് ഗസ്റ്റ് ഓർ വിസിറ്റർ എന്നാണ്. ഗസ്റ്റ് ഓർ വിസിറ്റർ നൗണിലാണെങ്കിൽ. ഇനി നോക്കി, ഇതിന്റെ വേർഡ് ഓപ്പോസിറ്റ് മീനിങ് ഉണ്ട്. അപ്പൊ ഏതാ? ഹോസ്റ്റ് അല്ലെങ്കിൽ സ്ട്രേഞ്ചർ എന്നുള്ള മീനിങ്ങും വരുന്നുണ്ട്. അത് അഡ്ജക്റ്റീവ് ഫോംസിലാണെങ്കിൽ അവിടെ ആ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് വരുന്നത് ഹോസ്റ്റ് അല്ലെങ്കിൽ സ്ട്രേഞ്ചർ എന്നായിരിക്കും. ആൻഡ് വൺ ഹു പ്രൊവൈഡ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ ദ ഗസ്റ്റ് ഓർ വിസിറ്ററിന് ലോഡ്ജിങ് പ്രൊവൈഡ് ചെയ്യുന്ന ആള്. ഓക്കെ, അതിഥിക്ക് ലോഡ്ജിങ് എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? അതിഥിനെ സ്വീകരിക്കുന്നവര് ആതിഥേയൻ, ഹോസ്റ്റ് ആണല്ലേ. അപ്പൊ ആ ഒരു മീനിങ് വരുന്നുണ്ട്. എ പ്ലേസ് വേർ ഗസ്റ്റ് ഈസ് റിസീവ്ഡ്. ആ ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്ന പ്ലേസ്. അപ്പൊ ഇവിടെ ചോദിക്കാം, ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ഈ ലാറ്റിൻ വേർഡ്സിൽ നിന്നും ഏതൊക്കെയാണ്? ലാറ്റിൻ വേർഡായ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ഹോസ്പിറ്റല്, ഹോസ്റ്റല്, ഹോട്ടല്, ഹോസ്പിസ് എന്ന വേർഡൊക്കെ റിലേറ്റ് ചെയ്തേക്കുന്നത്, ഡിറൈവ് ചെയ്തേക്കുന്നത്. ഇവിടെ നോക്കാം, വാട്ട്സ് ദ മീനിങ് ഓഫ് ഹോസ്പസ്. ഹോസ്പസിന്റെ മീനിങ് എന്താ? നിങ്ങൾ അവിടെ ഓപ്ഷൻ നോക്കണം. ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ ലാറ്റിൻ വേർഡിന്റെ മീനിങ് എഴുതി വെച്ചോ. ഗസ്റ്റ്, GUEST, ഗസ്റ്റ്, കോമേഡ, വിസിറ്റർ, VISITOR, വിസിറ്റർ, കോമേഡ, ഹോസ്റ്റ്, HOST.
ഹോസ്റ്റ്, കോമിഡ സ്ട്രേഞ്ചർ. സ്ട്രേഞ്ചർ, STRANGER, സ്ട്രേഞ്ചർ. സ്ട്രേഞ്ചർ. ഇതിപ്പോ നിങ്ങൾ ഓപ്ഷൻ നോക്കുക കേട്ടോ. ഏതാണ് നിങ്ങളുടെ ഓപ്ഷൻ കിടക്കുന്നത് ആ കറക്റ്റ് ഇതിടാം. ഇത് 4 മീനിങ്ങും ഫോസ്ഫസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് ആണ്. നൗൺ ഫോമിലാണെങ്കിലാണ് അവിടെ ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്ന് വരും. അത് അഡ്ജക്റ്റീവ് ഫോംസിലാണ് നിങ്ങൾക്ക് തന്നേക്കുന്നതെങ്കിൽ അവിടെ അതിന്റെ മീനിങ് നേരെ ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും. ഏതാ? ഹോസ്റ്റ്, സ്ട്രേഞ്ചറിനൊക്കെയുള്ള മീനിങ് വരും. ഈ 4ഉം ഈ ഫോസ്ഫസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണോ? ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യാം, എന്നിട്ട് വേണം അടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോസ്റ്റൽ, ഹോസ്പിസ് എന്ന വേർഡുകളൊക്കെ നീതുവിന് ക്ലിയർ ആയില്ലേ? അഞ്ജു, എന്താ നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പിസ് എന്ന് പറഞ്ഞ ഈ വേർഡ്സ് ഒക്കെ ഡിറൈവ് ചെയ്തേക്കുന്നത് ലാറ്റിൻ വേർഡായ ഫോസ്ഫസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് ഈ വേർഡുകളെല്ലാം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഫോസ്ഫസ് എന്ന് പറഞ്ഞ ഈ വേർഡിന്റെ മീനിങ് എന്താ? ഗസ്റ്റ് എന്നാവാം, വിസിറ്റർ എന്നാവാം. അത് കൂടാതെ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ്ങും ഈ ഫോസ്ഫസ് എന്ന് പറഞ്ഞ മീനിങ് ആയിട്ട് വരും. അതായത് ഏതാണ്? ഹോസ്റ്റ് എന്ന് വരാം, സ്ട്രേഞ്ചർ എന്ന് വരാം. ഇത് 4 മീനിങ്ങും പറഞ്ഞത്. ഗസ്റ്റ്, വിസിറ്റർ, ഹോസ്റ്റ്, സ്ട്രേഞ്ചർ, ഇത് 4ഉം ഈ ഫോസ്ഫസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ആരെങ്കിലും ഒരാളൊന്ന് കമ്പെങ്കിലും ഇടുക. അതെനിക്ക് ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നോക്കിയേ. From its gradual evolution through the 18th and 19th century, the hospital in the eastern and the western world have come of the age only newly during the past 15 years. So the concept of today's hospital contrasting basically from the old idea of a hospital as no more than a place of the treatment of the sick. ഒരു ലെങ്തി സെന്റൻസ് ആണ്. ഈ സെന്റൻസ് കണ്ട് പേടിക്കൊന്നും വേണ്ട. എന്താ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്? ഇത്രയേ ഉള്ളൂ. 18th and 19th സെഞ്ചുറിയിൽ ആവിർഭവിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സംരംഭം കുറച്ച് വെച്ചാൽ കഴിഞ്ഞ ഇപ്പൊ ഒരു 50 വർഷങ്ങളായിട്ട് ഒരു പുതിയ ഒരു ആശയത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. പണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒൺലി ട്രീറ്റ്മെന്റ്, സിക്കായിട്ടുള്ളവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെന്റർ മാത്രമായിരുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമായിരുന്നു പണ്ട് കാലത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് എന്ന് പറയുന്നത് ആ ഒരു കഴിഞ്ഞ ഒരു 50 വർഷങ്ങളായിട്ട് അത് ടുഡേ ഇപ്പൊ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മാറ്റം വന്നിരിക്കുകയാണ്. അതിനാൽ ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആശയം അടിസ്ഥാനപരമായിട്ട് ഹോസ്പിറ്റൽ എന്ന പഴയ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുള്ളതാണ്. അത്രയുള്ള അതിനകത്ത് പറയുന്നത്. 18th and 19th സെഞ്ചുറിയിൽ ആവിർഭവിച്ച ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സന്ദർഭം കഴിഞ്ഞ 15 ഇയേഴ്സ് 50 വർഷങ്ങളായിട്ട് ഒരു പുതിയ ഒരു ആശയത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. പണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിക്കായിട്ടുള്ളവർക്കൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു ഹോസ്പിറ്റൽ. എന്നാൽ ഇപ്പോ 15 ഇയേഴ്സ് ആയിട്ട് കഴിഞ്ഞ ഒരു 50 വർഷങ്ങളായിട്ട് പുതിയ ഒരു ആശയത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. Currently, the hospitals are not just seen as a healing centers. എന്നാൽ ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹീലിംഗ് സെന്റർ മാത്രമല്ല. മനസ്സിലായോ? Currently, the hospitals are not just seen as a healing centers. Healing center എന്ന് പറഞ്ഞാൽ എന്താ? രോഗശാന്തി കേന്ദ്രങ്ങള്, ഹീലിംഗ് സെന്റേഴ്സ്, ഉണക്കുന്ന രോഗശാന്തി നൽകുന്ന കേന്ദ്രങ്ങള് മാത്രം അല്ല ഹോസ്പിറ്റല്. ബട്ട് ഓൾസോ ആസ് എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിങ്. ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഹോസ്പിറ്റൽ. ഇപ്പൊ പണ്ടത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇപ്പോൾ ടുഡേ ഇപ്പൊ നമുക്ക് ഈ ഒരു ഇപ്പോ ആ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റിന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ഹീലിംഗ് സെന്റർ മാത്രമായിരുന്നു ഹോസ്പിറ്റൽ. എന്നാൽ ഇന്ന് എന്താണ്? ഇറ്റ്സ് ഓൾസോ എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട് ഹെൽത്ത്ഫുൾ ലിവിങ്. ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ. The general public would prefer to visit hospital that offers
many facilities rather than going to a hospital that only satisfy to the patient care. ജനറൽ പബ്ലിക്, സാധാരണ ആളുകൾ, നിങ്ങളൊക്കെ എവിടെ ഏകാനാ ഇഷ്ടപ്പെടുന്നത്? നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്? ആണോ? അങ്ങനെയാണോ ജനറൽ പബ്ലിക് ഇഷ്ടപ്പെടുന്നത്? നമുക്കൊരു നല്ലൊരു അല്ലേ, നമ്മളൊക്കെ നല്ലൊരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. ജനറൽ പബ്ലിക് വുഡ് പ്രിഫർ, ജനറൽ പബ്ലിക് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ടു വിസിറ്റ് ദ ഹോസ്പിറ്റൽ ദാറ്റ് ഓഫേഴ്സ് മെനി ഫെസിലിറ്റീസ്. ധാരാളം ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ജനറൽ ആളുകൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. റാദർ ദാൻ എന്തിനേക്കായും ദാറ്റ് ഓൺലി സാറ്റിസ്ഫൈ ടു ദ പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയർ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കാൾ, തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ നമ്മൾ ധാരാളം ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ധാരാളം സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ആളുകൾ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിത്ത് ദിസ് കോൺസെപ്റ്റ് ദി ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ ഗ്രാജുവലി ബിക്കം ഗുഡ്. ഉണ്ടാ ഈ ഇത് വെച്ചിട്ട്, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എന്താണ് ഈ ഹോസ്പിറ്റലിന്റെ ഒരു ഇമേജ് ഒരു നല്ല ഒരു ഇതിലേക്ക് വന്നേക്കാണ്. Gradually become good and they are being erased again from just being the center for medical care and treatment to a facility providing comprehensive meaning. അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. കോംപ്രഹെൻസീവ് എന്ന് വെച്ചാൽ സമഗ്രമായ, കോംപ്രഹെൻസീവ് സമഗ്രമായ. പ്രിവെന്റീവ് എന്ന് വെച്ചാൽ രോഗശാന്തി നൽകുന്ന. പ്രിവെന്റീവ് പ്രതിരോധിക്കുന്നത്, പ്രിവെന്റീവ് പ്രതിരോധം. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ രോഗശാന്തി നൽകുന്നത്. ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവാസം നൽകുന്ന, ഇത്രയും സർവീസുകളിൽ കൂടി നൽകുന്ന കേന്ദ്രങ്ങളാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നോക്കിയേ എങ്ങനെയാ നോക്കിയേ. Being erased from just being the center for medical care and treatment. മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നതിന് മാത്രമല്ല, അതല്ലാതെ ധാരാളം ഫെസിലിറ്റിയും കൂടി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ഫെസിലിറ്റി പ്രൊവൈഡിങ്? എങ്ങനെയുള്ളതാ? കോംപ്രഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ്. ഇത്രയും സർവീസുകൾ നൽകുന്ന ഒരു സെന്റർ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പണ്ട് മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റും മാത്രമേ നൽകുന്നുള്ളൂ. പക്ഷെ എന്നാൽ ഇപ്പൊ എന്താ, അതിന്റെ ഒപ്പം തന്നെ ധാരാളം ഫെസിലിറ്റീസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ഫെസിലിറ്റീസാ? ഏതൊക്കെയാണ്? റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ പുനരധിവാസ കേന്ദ്രങ്ങൾ. ഏതൊക്കെ ഫെസിലിറ്റീസാ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലില്? ഏതൊക്കെയാ? റീഹാബിലിറ്റേഷൻ, കോംപ്രഹെൻസീവ്, preventive and curative and rehabilitation services. So ഈ മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ ധാരാളം ഫെസിലിറ്റീസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? കോംപ്രഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. സമഗ്രമായ, പ്രതിരോധിക്കുന്ന, രോഗശാന്തി നൽകുന്ന, പുനരധിവാസം നൽകുന്ന ഇത്രയും സർവീസുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വായിച്ച് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ രോഗശാന്തി നൽകുന്ന സെന്റർ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ഈ പാരഗ്രാഫ് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ നിന്ന് വേറെ അങ്ങനെ അധികം നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടോ അങ്ങനെയൊന്നും ഇല്ല. നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററിയും സെക്കൻഡ് ചാപ്റ്ററും നമ്മളിത് ബേസിക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി. തേർഡ് ചാപ്റ്റർ നമ്മൾ ബ്ലഡ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ബ്ലഡ് ബാങ്ക് ആണ് നെക്സ്റ്റ് മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത്. അത് മുതൽ നമ്മൾ ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഒടുങ്ങി വരുന്നത്. ഇത് രണ്ടും നമ്മളൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇൻട്രൊഡക്ഷനും അതെ, ഹിസ്റ്ററി അതെ. പണ്ടത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നത്തെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഹിസ്റ്ററിയാണ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് ആരും വിഷമിക്കേണ്ട, പേടിക്കൊന്നും വേണ്ട. ഇതിപ്പോ 1-2 പാരഗ്രാഫ് തന്നിട്ടുള്ളൂ. അതൊന്നും മനസ്സിലാക്കി മാത്രം വെക്കുക. ഓക്കെ, ഇനി നോക്കിയേ ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ. എന്താ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ എന്താ ഹോസ്പിറ്റൽ?
എന്താ ഹോസ്പിറ്റൽ എന്താ? വാട്ട് ഈസ് ഹോസ്പിറ്റൽ? Providing medical and surgical treatment. നമുക്ക് രോഗം വരുമ്പോഴാ, നമുക്ക് എന്തെങ്കിലും ഡിസീസ് വരുമ്പോ നമ്മൾ പോയി കാണുന്നു, നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നു. അതല്ല ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ഇവിടെ ഞാൻ തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് 18th ചാപ്റ്റർ ബ്ലഡ് ബാങ്ക് ആണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചാപ്റ്ററിന്റെ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ടീച്ചേഴ്സ് എടുക്കുമ്പോൾ ഓരോ ചാപ്റ്ററിന്റെ ഹെഡിങ് പറഞ്ഞിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ നമ്പർ നിങ്ങൾ നോക്കണ്ട, ചാപ്റ്ററിന്റെ ആ ഹെഡിങ് നമ്മൾ നോക്കാം. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മുഴുവൻ കഴിയുമ്പോൾ നിങ്ങളുടെ 35 ചാപ്റ്റർ നിങ്ങൾ ഫിനിഷ് ആയിട്ടുണ്ടോ അത്രേ മാത്രം നിങ്ങൾ നോക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ബ്ലഡ് ബാങ്ക് ആണ്. ഇനി അടുത്ത് നമ്മൾ എടുക്കുന്ന 3ാമത്തെ ചാപ്റ്റർ. ഓക്കെ, മാമിന്റെ നെയിം എന്താ? എന്തോ മാമിന്റെ നെയിം ശരണ്യ മാം ആണോ? കേട്ടില്ല. മാമിന്റെ നെയിം? എന്റെ പേര് രമ്യ എന്ന് പറഞ്ഞു. രമ്യ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ്. മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. ആൻഡ് നഴ്സിംഗ് കെയർ. കണ്ടോ, അതിന്റെ ഒപ്പം തന്നെ ഒരു വേർഡും കൂടി ചേർത്തുണ്ട്. മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആർക്കാ? ഫോർ എനി ഇൽ, എന്ത് ആർക്കാണെങ്കിലും ഇത് വന്ന ആർക്ക്, ഓർ ഇഞ്ചുറീഡ്, ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളവർക്ക്, ഇല്ലായിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റും നഴ്സിംഗ് കെയറും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ഈസ് ഹോസ്പിറ്റൽ? ഹോസ്പിറ്റൽ എന്താ? ഹോസ്പിറ്റൽ എന്താ? Institution providing surgical treatment and nursing care for any ill or injuries സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആളുകൾക്കും ഒക്കെ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് നഴ്സിംഗ് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡെഫിനിഷൻ ആയിട്ട് എക്സാമിന് ഇല്ല കേട്ടോ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫുള്ള് എക്സാമിന് ഉള്ളത്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഡെഫിനിഷൻ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ വാട്ട് ഈസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡെഫിനിഷൻ ആയിട്ടൊന്നും പഠിക്കേണ്ട. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്നത് നോക്കി. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് ദ യൂസ് ഓഫ് ഫിസിഷ്യൻ. ഹു ഈസ് ഫിസിഷ്യൻ? ഫിസിഷ്യൻ ആരാ? ജനറൽ ഡോക്ടർ. ജനറൽ ഡോക്ടർ ആണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞത്. സർജറി കാര്യങ്ങളൊന്നും ചെയ്യൂല, എല്ലാ അസുഖങ്ങളും കോമൺ ആയിട്ട് നോക്കുന്ന ആള് ജനറൽ ഡോക്ടർ ആണ് ഫിസിഷ്യൻ. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് ദ യൂസ് ഓഫ് ഫിസിഷ്യൻ, സർജൻ ആൻഡ് ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്. ഉണ്ടോ, ഫിസിഷ്യനെയും സർജനെയും ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫിനെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. ഉണ്ടോ, hospital and institution that make the use of physician, surgeon and a team of technical staff in order to provide the facility. അത് കൂടാതെ അപ്പൊ ഇവരെയൊക്കെ ഫിസിഷ്യനെയും സർജനെയും ടെക്നിക്കൽ സ്റ്റാഫിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ച് ധാരാളം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. ഏതൊക്കെ ഫെസിലിറ്റിയാ? ഡയഗ്നോസിസ്, രോഗനിർണയം നടത്തുന്നു, തെറാപ്പി, പല തെറാപ്പികൾ നടത്തുന്നു, റീഹാബിലിറ്റേഷൻ, പുനരധിവാസം, പ്രിവെൻഷൻ, പ്രതിരോധം, എഡ്യൂക്കേഷൻ നടത്തുന്നു, അതുപോലെ റിസർച്ച്, ഗവേഷണങ്ങൾ, ഇത്രയും ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. ഇനി ഇവിടെ നോക്കിയേ, professionally and technically skilled people apply their knowledge and skill with the help of complicated equipment and appliances. Professionally and technically skilled, professionally technically skill ആയിട്ടുള്ള കഴിവുള്ള ആളുകൾ അവരുടെ നോളജ് അവർ അപ്ലൈ ചെയ്യുന്നു. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ്സ്. ഇപ്പൊ നമ്മളൊരു പനിയായിട്ട് ചെന്നോ, ഡോക്ടർ എന്താ ചെയ്യുന്നേ? പെട്ടെന്ന് തന്നെ നമ്മൾ തെർമോമീറ്റർ എടുത്ത ഒരു എക്യുപ്മെന്റ് അല്ലേ, ഒരു മെറ്റീരിയൽ ആണോ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്? തെർമോമീറ്റർ എടുത്തു, ടെമ്പറേച്ചർ നോക്കുന്നു, എത്ര ഡിഗ്രി പനി ഉണ്ടെന്ന് നോക്കുന്നു, എന്നിട്ട് അതിനനുസരിച്ചുള്ള മെഡിസിൻ തരുന്നു. അങ്ങനെയല്ലേ? വയറുവേദനയായിട്ട് ചെല്ലുന്നു, സ്കാൻ ചെയ്യുന്നു, ഡോക്ടർ അപ്പൊ തന്നെ സ്കാനിങ്ങിന് പറയുന്നു. കൈയൊക്കെ വെള്ളം വീണ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എക്സ്റേ പറയുന്നു. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡോക്ടറിനെ വന്ന് കാണുമ്പോൾ ഡോക്ടർ അത് നോക്കിയിട്ട് അതൊരു ടൂൾസ്, അപ്ലയൻസസ്, അതിന്റെ ഹെൽപ്പോട് കൂടി ഡോക്ടർ എന്താണ് ഡിസീസ് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുന്നു.
കൊടുക്കുന്നു, അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്നു. അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പൊ അവര് അവരുടെ നോളേജ്, അവരുടെ സ്കില്ലുകളൊക്കെ മറ്റുള്ള വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി അവിടെ അപ്ലൈ ചെയ്യുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്, അല്ലെ, നമ്മളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാന്നുള്ളതല്ല ഉദ്ദേശം. ഇതെല്ലാം പേഷ്യന്റിന്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെ. Hospital is a place for the diagnosis and treatment of human ill and to bring back of health. എന്താ നോക്കിയേ, ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് ഫോർ ഡയഗ്നോസിസ്. ആദ്യം ഡയഗ്നോസിസ് ചെയ്യല്ലേ ചെയ്യുന്നേ. നമ്മുടെ എന്ത് അസുഖമാണെങ്കിലും ഡോക്ടർ ആദ്യം അസുഖം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യും, അത് എന്താണെന്ന് കണ്ടെത്തും. അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെന്റ് നൽകുന്നു. ഹ്യൂമൻ ഇൽ ആൻഡ് ബ്രിങ് ബാക്ക്, നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ച് നല്ലൊരു ഹെൽത്തിലേക്ക്, നല്ലൊരു ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ച് ഡോക്ടർ കൊണ്ടുവരുന്നു. Health and well-being of those temporarily prevented from enjoying disease. അനാരോഗ്യം അനുഭവിക്കുന്ന ആളുകളെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്ന ഒരു സെന്റേഴ്സ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് ഇതൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. മനസ്സിലായോ? അപ്പൊ പ്രൊഫഷണലി ടെക്നിക്കലി സ്കില്ലായിട്ടുള്ള ആളുകള് അവരുടെ നോളജ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി അവര് അത് മനസ്സിലാക്കുന്നു. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? എന്നിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റ് കെയർ, പേഷ്യന്റിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അനാരോഗ്യം അനുഭവിക്കുന്ന ഡിസീസ് ആയിട്ടുള്ള ആളുകളെ അവരെന്ത് ചെയ്യുന്നു? ഡിസീസ് അവരുടെ ഡയഗ്നോസ് ചെയ്യുന്നു, എന്നിട്ട് അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നു, അവരെ തിരിച്ച് എന്ത് ചെയ്യുന്നു? അവരുടെ ഹെൽത്തിലേക്ക്, അവരുടെ പഴയ ഒരു ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഇതാണ് അങ്ങനെ ചെയ്യുന്ന സെന്റേഴ്സ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് WHO എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡഡ് ഫോം. എല്ലാ എക്സാമിനും ചോദിക്കും, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ അതൊക്കെ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ബുക്കിലേക്ക് അവിടെ എഴുതി വെച്ചോ. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഒന്നില്ലെങ്കിൽ എക്സ്പാൻഡ് എന്ന് ചോദിക്കാം, എക്സ്പാൻഡ് WHO എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് WHO, അല്ലെങ്കിൽ ഫുൾ ഫോം ഓഫ് WHO, അങ്ങനെയൊക്കെ ചോദിക്കാം. നമുക്ക് മീനിങ് ആയിട്ട് ചോദിക്കാം, ഫുൾ ഫോം ചോദിക്കാം, എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം. എന്തായാലും WHO, വാട്ട് ഈസ് ദ മീനിങ്? എന്താ WHO എന്ന് പറയുന്നത്? എക്സ്പാൻഡഡ് ഫോം എന്താ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് നൽകിയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതിന്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹോസ്പിറ്റലിന് കൊടുത്ത ഡെഫിനിഷൻ നോക്കി. എ ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഒരു മെഡിക്കൽ സോഷ്യൽ ഓർഗനൈസേഷൻ സംഘടനയുടെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്, ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് വിച്ച് ഈസ് പ്രൊവൈഡ് ഫോർ ദ പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. നോക്കാം, ഈ WHO അനുസരിച്ച് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്താ? is to provide ചെയ്യുക for the population complete health care. population complete ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രാധാന്യം ചെയ്യുക, population complete health care, അതാണ് ഈ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. According to WHO, the function of the hospital is to dash. The function WHO ഇത് വെച്ചിട്ട് നമ്മുടെ ഫംഗ്ഷൻ, ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? To provide for the population complete health care. Population complete health care. ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രാധാന്യം ചെയ്യുക, അതാണ് WHO ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അതെങ്ങനെയാന്ന് നോക്കിയേ. ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. ക്യൂറേറ്റീവ് രോഗശാന്തിയും അതുപോലെ തന്നെ പ്രിവെന്റീവ് പ്രതിരോധവും, ഈ രണ്ട് രീതിയിലുള്ള നമ്മള് ഒരു പോപ്പുലേഷന്, ജനങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് കെയർ, കംപ്ലീറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ. ഇനി ഇവിടെ നോക്കിയേ, ഔട്ട് പേഷ്യന്റ് സർവീസ്. ഇത് മാത്രമല്ല, ഔട്ട് പേഷ്യന്റ് സർവീസ്. ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് വെച്ചാൽ ഔട്ട് പേഷ്യന്റ് സർവീസ് ഇൻ എനി മെഡിക്കൽ കെയർ given to patient outside of the hospital. ഹോസ്പിറ്റലിന് പുറത്ത് സർവീസ് കൊടുക്കുന്നത്, അതാണ് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ. അപ്പൊ പേഷ്യന്റിന്
അവരുടെ പുറത്തും, അതുകൂടാതെ ആൻഡ് റീച്ച് ഔട്ട് ഓഫ് ദ ഫാമിലി, ഫാമിലിക്കും അവരുടെ എൻവയോൺമെന്റിന്റെ പരിസ്ഥിതിക്കും ഒക്കെ ഒരു സർവീസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. And whose outpatient service reach out of the family and its home environment. അവരുടെ ഫാമിലിക്കും അവരുടെ ചുറ്റുപാടിനും ഒക്കെ ഒരു സർവീസ് കൊടുക്കുന്ന ഒരു സെന്റർ ആണ് ഹോസ്പിറ്റൽ. ഈ ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ. ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് ഓൾസോ എ സെന്റർ ഫോർ ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് ബയോസോഷ്യൽ റിസർച്ച്. ഹെൽത്ത് വർക്കേഴ്സിന്റെയും ബയോസോഷ്യൽ റിസർച്ച് പ്രവർത്തകരുടെയും ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ. ലാസ്റ്റ് സെന്റൻസ് നോക്കി. The hospital is also a center for the training of health workers and biosocial research. Health workers ഇന്റെയും ബയോസോഷ്യൽ റിസർച്ച് പ്രവർത്തകരുടെയും ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് ചോദിക്കുക. ഇതിപ്പോ ഫസ്റ്റ് സെക്കൻഡ് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളുള്ളൂ. നെക്സ്റ്റ് ചാപ്റ്റർ മുതലാണ് നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ ഒരു ഇതിലേക്ക് വരുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് നിങ്ങളൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ഇന്ന് തന്നെ ഈ ഒരു പേജ് ഉള്ളൂ, അത് മസ്റ്റ് ആയിട്ട് എല്ലാവരും ഇതിനെ ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. ഓക്കെ. ഇപ്പൊ ഇതിന്റെ വേറെ ഒന്നും നമുക്ക് അങ്ങനെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. ഹോസ്പിറ്റൽ എന്താണ് അതിനൊരു ഡെഫിനിഷൻ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്ത ഡെഫിനിഷനുമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡ്. ഈ ഹോസ്പിറ്റല്, ഹോട്ടല്, ഹോസ്റ്റല്, ഹോസ്പിസ് എന്ന് പറയുന്നതൊക്കെ അക്കോർഡിംഗ് ടു എറ്റിമോളജി, ഭാഷാശാസ്ത്രപരമായിട്ട് ലാറ്റിൻ നൗണായ ഹോസ്പസ് എന്ന വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ മീനിങ് എന്താ പറഞ്ഞേ? 4 മീനിങ് പറഞ്ഞല്ലോ നമ്മൾ. ഹോസ്പസ് എന്ന് പറഞ്ഞ മീനിങ് ഏതൊക്കെയായിരുന്നു? വേഗം പറഞ്ഞേ. ലാറ്റിൻ വേർഡ് ആട്ടോ, ലാറ്റിൻ നൗണാണ്. ലാറ്റിൻ നൗണായ ഹോസ്പസിന്റെ മീനിങ് ആണ്. അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യണം. പിന്നെ നമ്മൾ പണ്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എന്താ, രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന, ചികിത്സിക്കുന്ന ഒരു സെന്റർ മാത്രമായിരുന്നു. എന്നാൽ ഒരു 15 years ആയിട്ട് ഇതൊരു ടുഡേ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഹോസ്പിറ്റല് ലിവിംഗ് സെന്റേഴ്സ് മാത്രമല്ല, അവർക്ക് ഒരു നല്ലൊരു ഹെൽപ്ഫുൾ ലിവിംഗ്, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രാധാന്യം ചെയ്യുന്ന ഒരു സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ പറഞ്ഞിട്ട് മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റും നൽകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ധാരാളം ഫെസിലിറ്റീസും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ എന്താണ്, ആ ഡെഫിനിഷനാണ്. 2 ഡെഫിനിഷൻ നമ്മൾ അവിടെ പറഞ്ഞു അല്ലെ? വായിച്ചു നോക്കുക. ഫിസിഷ്യൻ, സർജൻ, ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്ത ഡെഫിനിഷനാണ് ആണ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു. അപ്പോ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്യല്ല, നിങ്ങളൊന്ന് വായിക്കുക. ഈ ഒരു പേജേ ഉള്ളൂ, ഫസ്റ്റ് ആയിട്ട് എല്ലാവരും വായിച്ചേ പറ്റുള്ളൂ. അത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ ഒരു പേജ് ഉള്ളൂ. നെക്സ്റ്റ് എടുക്കുന്ന ചാപ്റ്റർ 2 ആണ് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ. അപ്പൊ പ്രിന്റ് എടുക്കാനുള്ളവര് എടുത്ത് വെച്ചോട്ടോ. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ, താങ്ക് യു. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഒരു 10 മിനിറ്റ് വൈകിട്ട് വേറെ ഒന്നുമല്ല, നമുക്ക് ഇവിടെ ഇച്ചിരി നെറ്റിന്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് അല്ലെങ്കിൽ 3:30 തന്നെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് പേര് പെട്ടെന്ന് ലെഫ്റ്റ് ആയി പോയി. ആ കറക്റ്റ് ടൈം നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റില്ല. 10 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് വൈകിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇന്ന് മസ്റ്റ് ആയിട്ടും ഒന്ന് റീഡ് ചെയ്തേ പറ്റുള്ളൂ. ഇന്ന് ഒന്ന് വായിച്ച് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. Okay, ma'am. Thank you.
ഏതോ ഗ്രൂപ്പിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നില്ലേ?